ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമ്പാരപ്പൊട്ടും പോരുളും കണ്ണാടി കൂടാരക്കൂടാക്കും കൂടും കൂടുക്കയും കൊണ്ടാടും പണ്ടാരക്കെട്ടും വായാടിപ്പൊട്ടത്ത പെണ്ണും കൂടെയൊരു പൂവാരം കുറുവൻ താടാവും കൂത്തരങ്ങിൽ കിണ്ണം കൊട്ടും മിണ്ടാട്ടപ്പാട്ടും പട്ടാഭിഷേകം പട്ടാഭിഷേകം ഭൂതകാലവും ഭൂതത്തായി തീരാം വർത്തമാനം സ്വയം പല്ലക്കേറാം ഭാവികാലമാം അമ്പാരിത്തേറാൻ ആറടിയിലേറെയാരേറ്റെടുത്തിടും എന്നാലും കണ്ടെത്താ ദൂരം മുന്നോട്ടോടിയിടും തെയ്യം താരയ്യം തെയ്യാരോ തെയ്യന്താരോ ജന്മക്കിടങ്ങിനുള്ളിൽ ആരാവാരക്കിടങ്ങിനുള്ളിൽ ജനിച്ചതെന്തെന്നറിഞ്ഞിടാ പോലെ കാലം വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമ്പാരപ്പൊട്ടും പോരുവും ആനപ്പുറത്തൂരാൻ മാറും മാറ്റത്താറും കണ്ണാടി കൂടാരക്കൂടാക്കും പട്ടാഭിഷേകം പട്ടാഭിഷേകം അഭിനയ പട്ടാഭിഷേകം ആനക്കിടിലം അംഗസേവകൻ അംഗച്ചക്കോലെന്തും തമ്പുരാൻ കാവലിൻ പാറാവാകും രാജശാസനം തെമ്മാടിക്കൂത്താടും രാപ്പകൽ നൊമ്പരം റോന്തുപോകും ഈ ലോകം മായാസങ്കേതം ഊരാടുന്നോരേ തമ്മിലടിക്കും സ്വന്തം ബന്ധം വൈകൃതവേതാളം തെയ്യം താരയ്യം തെയ്യന്താരോ തെയ്യന്താരോ കണ്ണില്ലെങ്കിൽ കറുപ്പ് പോലും കാണാനാവില്ല അറിഞ്ഞിടേണം പിറന്ന പാപം ചുമന്നിടുന്നോരേ കാലം പൂക്കും ശംഖും പെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമ്പാരപ്പൊട്ടും പോരുളും ആനപ്പുറത്തൂരാൻ മാറും താടും കണ്ണാടി കൂടാരക്കൂടാക്കും പട്ടാഭിഷേകം 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 ഭയങ്കര നൈസ് ആയിട്ടുണ്ടായിരുന്നു. ഫുൾ പെർഫോമൻസ്. ആനയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. ടീച്ചറാണ് ഇതിന്റെ ഡാൻസ് ടീച്ചർ. കണ്ടാലേ മനസ്സിലാവും. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഐശ്വര്യമുള്ള ഡാൻസ് ടീച്ചറിന്റെ എന്താ ടീച്ചറിന്റെ പേര്? എന്റെ പേര് ഗോപിക. ഗോപിക എസ് ഗോപി. പേര് നോക്കിയേ. ഈ ഒരു സ്കൂളിന്റെ പേര് എന്നാണ്? നമ്മുടെ ഈ പിള്ളേര് നമ്മുടെ സ്കൂളിന്റെ പേര് നാട്യധ്വനി ആർട്സ് ഫൗണ്ടേഷൻ. നാട്യധ്വനി ആർട്സ് ഫൗണ്ടേഷൻ വിളക്കുടി. എവിടെയത്? വിളക്കുടി. കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് വിളക്കുടി. ഞാൻ ടീച്ചറോട് ഒരു കാര്യം ചോദിച്ചു, ഈ ഒരു കോൺസെപ്റ്റ് ഇതെങ്ങനെ, ഇത് ഏതൊക്കെ പ്രായമുള്ള പിള്ളേരാന്ന് ആദ്യം അറിഞ്ഞിട്ട്? 6 വയസ്സ് മുതൽ
4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാ നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. ഇവരൊക്കെ തീരെ കുഞ്ഞുങ്ങളാ ഇവർ രണ്ടുപേരും. ഈ കോൺസെപ്റ്റ് വരുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഇവിടുത്തെ പെർഫോമർ ആണ്, ശ്രീരാജ് പാറക്കൽ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. മെന്റലിസ്റ്റ് നമ്മുടെ മെന്റലിസ്റ്റ് ആണ്. അടിപൊളിയാ. അപ്പോ അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഒരു ആനേനെ വെച്ചിട്ട് ഒരു ഡാൻസ് എന്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തുകൂടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ കൊള്ളാലോ, നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് വന്നൊരു കോൺസെപ്റ്റാണിത്. അപ്പൊ ഇത്രയും കുട്ടികളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് പഠിപ്പിച്ചെടുത്തൊരു. ഓക്കെ, ഈ ആന ഒറിജിനൽ അല്ലെന്ന് അറിയാം, പക്ഷെ ഇതിനകത്ത് 2 ചേട്ടന്മാര് നിപ്പുണ്ട്. ഫ്രണ്ടിൽ ഒരാളുണ്ട്, ബാക്കിൽ ഒരാളുണ്ട്. അവർക്ക് കുറച്ച് ദൂരം വരെ കാണാൻ പറ്റത്തുള്ളൂ, ഒത്തിരി ദൂരം ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം ഇവര് നിൽക്കുന്നതിന്റെ ഒരു കാലിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവർക്ക് നന്നായിട്ട് അവർ ഡാൻസ് കളിക്കുന്നതാണ്. അതിനകത്ത് ആന ഉണ്ടാക്കിയത് ഷംനാഥ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. ഇപ്പോ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആ ചെറിയ ആനക്കുട്ടി ഡാൻസ് ചെയ്യണ ഒരു ഇതുണ്ടായിരുന്നില്ല അമ്പലത്തില്. ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ചെറിയ ആനക്കുട്ടീനെ കൊടുത്തിട്ടുണ്ട്. അതേപടിയാണ് തോന്നിയത്. നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ്. അതേപടി ഈ ആനക്കുട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, സൂപ്പർ ആയിരുന്നു, ഭയങ്കര കളർഫുൾ ആയിരുന്നു. പക്ഷെ ഈ ചെറിയ 2 പാവകൾ പാപ്പന്മാരുടെ ഞാൻ നോക്കട്ടെ, പാപ്പന്മാരുടെ പേരും ചോദിക്കട്ടെ. ഹലോ, പേരെന്നാ? ഗൗരി പാപ്പാത്തി. ഏത് ക്ലാസ്സിലാ ഗൗരി? 1 മൈക്ക് പറഞ്ഞ പോലെ 1. ആ പാപ്പാന്റെ പേര് കേക്കട്ടെ. മിഥില. അയ്യോടാ. ഏത് ക്ലാസ്സിലാ? UKG. ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇവരെ ഈ ഒരു ഡാൻസ് ഫോം പഠിപ്പിച്ചെടുത്തത്? 10 ദിവസം കൊണ്ട് സെറ്റ് ചെയ്തതാണിത്. പെട്ടെന്ന് വന്ന പ്ലാൻ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവര് പിക്കപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്റ്റേജിൽ ഇപ്പൊ വന്ന് നിൽക്കാൻ പറ്റും. സൂപ്പർ മക്കളെ, സൂപ്പർവായിട്ട് സ്റ്റേജ് കവർ ചെയ്ത് ഫില്ല് ചെയ്ത് ഡാൻസ് കളിക്കാന്ന് പറയുന്നത് നല്ല കോസ്റ്റ്യൂം, ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂം, നല്ല കോൺസെപ്റ്റ്. ആൻഡ് ആന പാപ്പാൻ ഉള്ളിലും പുറത്തുള്ള എല്ലാരെയും ശരിക്കും അവരെയും കൂടെ കാണണമെന്നുണ്ടായിരുന്നു ഞങ്ങക്ക്. ഇത് പക്ഷെ ഫുൾ എടുത്ത് മാറ്റുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ചേട്ടന്മാരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളെ കേട്ടോ. നല്ലൊരു കൈയടി കൊടുക്കാം ചേട്ടന്മാരെ. ചേട്ടന്മാരുടെ പേരെങ്ങനെയാ? ചേട്ടാ? അനി, ശ്യാമ്. ആനയ്ക്ക് ലോകത്ത് ആനയ്ക്ക് മൈക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന ഏക വ്യക്തി നമ്മുടെ ഗോപിക ടീച്ചർ ആയിരിക്കും. ഈ ഓഫ് ടേക്കിലെ എലീനെ ഒന്ന് പേടിപ്പിച്ചായിരുന്നല്ലോ. അതായത് ഞാൻ ഇങ്ങനെ ചെന്നപ്പോ പെട്ടെന്ന് ഒന്ന് പേടിപ്പിച്ചെന്നെ. നല്ലൊരു കൈഡി, നല്ലൊരു ചേച്ചി. നമുക്ക് നമ്മുടെ സ്നേഹ സമ്മാനം നൽകണ്ടേ? എനിക്ക് തോന്നുന്നു ഇതിന് നമ്മൾ എല്ലാരും വന്നിട്ട് സ്നേഹ സമ്മാനം തരാൻ പോവാണ്. ചേച്ചി, നമ്മുടെ ആനയ്ക്കും ആനയുടെ ഫുൾ ടീമിനും അതെ ഗോപിക മാമിനും കൂടെ ചേർന്നിട്ട് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി